ഇന്ത്യ സഖ്യം വിട്ടതിനു പിന്നാലെ മൂന്നാം മുന്നണി നീക്കം സജീവമാക്കി DMK. കോൺഗ്രസ് BJP ഇതര പാർട്ടികളെ ഒപ്പം നിർത്തുകയാണ് ലക്ഷ്യം. പുതിയ സാഹചര്യത്തിൽ മണ്ഡല പുനർനിർണയ ബിൽ വീണ്ടും കൊണ്ടുവരാനുള്ള നീക്കത്തിലാണ് കേന്ദ്ര സർക്കാർ. തൃണമൂലിലെ പിളർപ്പോടെ ലോക്സഭയിൽ NDAയെ പിന്തുണയ്ക്കുന്ന MPമാരുടെ എണ്ണം 300 കടന്നു. ബില്ലുകളിൽ DMKയുടെ പിന്തുണ ഉറപ്പാക്കാനുള്ള ശ്രമവും സജീവമായി തുടരുകയാണ്. DMKയെ മടക്കിക്കൊണ്ടുവരണമെന്നായിരുന്നു ഡൽഹിയിൽ ചേർന്ന ഇന്ത്യ സഖ്യയോഗത്തിലെ പൊതുവികാരം. DMKയോട് കോൺഗ്രസ് സ്വീകരിച്ച സമീപനം ശരിയായില്ലെന്നും വിവിധ കക്ഷികൾ നിലപാടെടുത്തു. എന്നാൽ കോൺഗ്രസ് ഉൾപ്പെട്ട ഒരു സഖ്യത്തിന്റെയും ഭാഗമാകാനില്ലെന്ന നിലപാടിലാണ് DMK. പകരം കോൺഗ്രസ് BJP ഇതര കക്ഷികളെ ഒപ്പം നിർത്തി മൂന്നാം മുന്നണിയാണ് സ്റ്റാലിൻ ലക്ഷ്യമിടുന്നത്. ഇതിനോടകം ഇന്ത്യ സഖ്യം വിട്ട ആം ആദ്മി പാർട്ടി, കോൺഗ്രസുമായി പല വിഷയങ്ങളിലും വിയോജിപ്പുള്ള RJD തുടങ്ങിയവരെ ഒപ്പം നിർത്താനാകുമെന്നാണ് കണക്കുകൂട്ടൽ. CPIM അടക്കം ഇടതു പാർട്ടികൾക്കും കോൺഗ്രസ് സ്വീകരിക്കുന്ന സമീപനങ്ങളോട് കടുത്ത വിയോജിപ്പുണ്ട്. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ചർച്ചകൾക്ക് തുടക്കമിട്ടതായി DMK സ്ഥിരീകരിച്ചു. അതേസമയം ഇന്ത്യ സഖ്യത്തിലെ ഭിന്നതയും തൃണമൂലിലെ പിളർപ്പും അനുകൂലമാക്കാനുള്ള നീക്കത്തിലാണ് കേന്ദ്ര സർക്കാർ. പ്രതിപക്ഷം ഒന്നിച്ചു നിന്നതോടെ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 850 ഉയർത്തി വനിതാ സംവരണം നടപ്പാക്കാനുള്ള ഭരണഘടനാ ഭേദഗതി ബിൽ പരാജയപ്പെട്ടിരുന്നു. എന്നാൽ അന്ന് ബില്ലിനെ എതിർത്ത തൃണമൂലിന്റെ 28 MPമാരിൽ ബഹുഭൂരിപക്ഷവും ഇപ്പോൾ വിമതപക്ഷത്താണ്. NDAയ്ക്കൊപ്പം നിൽക്കുമെന്നാണ് ഇവരുടെ നിലപാട്. ഇതോടെ NDAയുടെ ഭൂരിപക്ഷം 300 കടന്നു. അന്ന് ബില്ലിനെ എതിർക്കുന്നതിൽ മുന്നിലുണ്ടായിരുന്ന DMKയുടെ പിന്തുണ ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ ഇതിനോടകം ചർച്ചകൾക്ക് തുടക്കമിട്ടിട്ടുണ്ട്. ബില്ലിൽ നേരിയ ഭേദഗതികളാകാമെന്നാണ് കേന്ദ്ര സർക്കാർ നിലപാട്. എന്നാൽ DMK ഇതുവരെ മറുപടി അറിയിച്ചിട്ടില്ല. ഭരണഘടനാ ബിൽ പാസാക്കാൻ 362 അംഗങ്ങളുടെ പിന്തുണയാണ് വേണ്ടത്. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.